ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഡൽഹിയിലെത്തി. ഇന്നലെ രാത്രിയോടെയാണ് സംഘം ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. ഇറാനിലെ സുരക്ഷാ സാഹചര്യം മോശമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം ശക്തമാവുകയും അമേരിക്ക ഏതു നിമിഷവും ആക്രമണം നടത്തുമെന്ന സൂചനകൾ പുറത്തുവരികയും ചെയ്തതിന് പിന്നാലെയാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി പൗരന്മാരെ ഒഴിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചത്. പിന്നാലെ ഇന്നലെ രാത്രി ആദ്യ സംഘം ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തി. ഇറാനിൽ സ്ഥിതി ഭയാനകമെന്ന് മടങ്ങിയെത്തിയവർ പറയുന്നു. എംബസി എല്ലാ സഹായങ്ങളും നൽകി. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയ കേന്ദ്ര സർക്കാരിന് നന്ദിയുണ്ടെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. भारत सरकार ने बड़ी अच्छी कोशिश की है. स्टूडेंट्स को वापस बुलाया. हम जियारत के लिए गए थे, पिलग्रिम थे हम, तो बड़ी अच्छी कोशिश रही उनकी. हमारा इंटरनेशनल कॉलिंग भी 3 दिन में रिज्यूम हुआ. फिर അതേസമയം ഇന്റർനെറ്റ് സംവിധാനവും ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളും നിലവിൽ പലയിടത്തും ലഭ്യമല്ലെന്ന് മടങ്ങിയെത്തിയവർ ചൂണ്ടിക്കാട്ടുന്നു. സമീപ ആഴ്ചകളിലാണ് സ്ഥിതിഗതികൾ കൂടുതലും വഷളായത്. മേഖലയിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.